പി സുദർശൻ ചേട്ടൻ. സുദർശൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സുദർശൻ ചേട്ടാ എത്ര വർഷമായി നമ്മുടെ ഈ ഹാസ്യരംഗത്തേക്കൊക്കെ എത്തിയിട്ട്? 71 ഞാൻ പ്രൊഫഷണലായിട്ട് രംഗത്തെത്തുന്നത്. 71 തുടങ്ങുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പൊ 50 വർഷത്തിലധികമായി. ഈശ്വരന്റെ അനുഗ്രഹമാണ്. അതെ, ഈശ്വരന്റെ അനുഗ്രഹം മാത്രമല്ല. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, ഞാൻ 78 ഒരു സ്കിറ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതായത് കാക്കയൊക്കെ കൂടെ. മലയാളികള് ഈ സ്കൂളും കുട്ടി എന്നുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് സുദർശൻ ചേട്ടൻ്റെ സ്കൂളും കുട്ടിയായിരിക്കും. അതെ അതെ അതെ. സുദർശൻ ചേട്ടന്റെ ഒരു ഐറ്റം ഈ ഇടയ്ക്ക് റീൽസിൽ വലിയ തോതിൽ കറങ്ങി നടക്കുന്നുണ്ട്. കാക്കയ്ക്ക് എന്തുണ്ട്, കാക്കയ്ക്ക് എന്തുണ്ട്, പിന്നെ ചെറവലോ, ഒന്നര ചെറവലോ, 2 ചെറവല്, പിന്നെ 2 കാല്, പിന്നെ എന്താ ചന്തി എന്ന് പറയടാ. പച്ചയ്ക്ക് ചന്തി ഉണ്ടോ? കാക്കയ്ക്ക് ചന്തി ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. ആഹാ. അപ്പം അത് അഭിമാനത്തോടെ അത് ഇന്നും ഈ ന്യൂ ജനറേഷൻ പിള്ളേർ അത് ഏറ്റെടുത്തതിൽ അങ്ങെത്തത്തെ. അല്ല, സുദർശനന്റെ കുടുംബവും കലാകുടുംബമാണ്. ചേച്ചി KPSC നടിയാണ്. ഓ, എൻ്റെ വൈഫ് KPSC ആർട്ടിസ്റ്റാണ്. ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആ, മിമിക്രിയിലോട്ട് വരുന്നതിന് മുമ്പ് അപ്പൊ 71 തുടങ്ങിയിട്ട് അതുവരെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നാടകത്തിൽ പോയിട്ടുണ്ടോ? അതായത് കൊല്ലം ഐശ്വര്യ, വയലാർ നാടകവേദി, പിന്നെ ഇവിടെ അത് നമ്മുടെ സായികുമാർ, കൊച്ചുപ്രേമൻ, സായികുമാറില്ലേ, സായികുമാർ, കൊച്ചുപ്രേമൻ, ഞങ്ങളെല്ലാം ഒന്നിച്ച് നാടകരംഗത്തുണ്ടായിരുന്നതാണ്, നാടകത്തിലുണ്ടായിരുന്നു. പിന്നെ നാടകത്തിൽ നിന്നുള്ള വരുമാനം അത്ര കണ്ട് പോരാ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ചുവട് മാറ്റി ഇങ്ങോട്ട് അടിച്ചത്, മിമിക്രിയിലോട്ട് അടിച്ചത്. മിമിക്രിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി സ്വന്തമായിട്ട് ഒരു ട്രൂപ്പും തുടങ്ങി. സുദർശൻ ചേട്ടൻ തന്നെയാണ് ആ ട്രൂപ്പിന്റെ ഒരു ലീഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഐറ്റങ്ങളിൽ ഗംഭീര പ്രകടനം. ഇപ്പം പതുക്കെ പ്രോഗ്രാം ഡൗൺ ആയി എന്നപ്പോൾ ഞാൻ ചുവട് മാറ്റി യൂട്യൂബ് ചാനലിട്ടത്. പിന്നെ ഞാൻ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിൽ അഭിനയിച്ചെന്നല്ലാതെ ആ പടം വലിയ ക്ലിക്കായൊന്നും പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, അത് ഈ കോവിഡ് കാലത്ത് 2 മാസം ദുബായിലായിരുന്നു. അതും സെൻട്രൽ ക്യാരക്ടറാണ്, നായകനാണ്. അപ്പം എനിക്കൊരു കാര്യം പറയുന്നത്, എല്ലാവരും കാണണം, എന്നെ വീണ്ടും നായകനാക്കി കയറ്റി വിടണം. തീർച്ചയായും കാണുന്നതായിരിക്കും സുദർശൻ ചേട്ടാ. സിനിമയുടെ പേരെന്താ? ചലച്ചിത്രം. അതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്, 3 സാങ്കേതിക പ്രവർത്തകരേ ഉള്ളൂ ആ സിനിമയ്ക്ക്. കാര്യം എഡിറ്റർ, ഡയറക്ടർ, ക്യാമറമാൻ, ബാക്കിയെല്ലാം വിദേശികളാണ്. മലയാളത്തിൽ ഞാനേ ഉള്ളു. അപ്പം അതൊരു വൻ വിജയമാക്കി തരണം. ഞാൻ വലിയ സ്റ്റേജിൽ സുദർശൻ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഈ ടീച്ചർ കളിക്കുന്ന പ്രിൻസ് എന്നൊരു കലാകാരൻ ഉണ്ടായിരുന്നു. ആ പ്രിൻസ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പ്രിൻസും സുദർശന്റെ കൂടെ പെർഫോം ചെയ്യുന്ന സാറും കുട്ടി എന്ന് പറയുന്നതിലകത്ത് ഈ ശശികല പിന്നെ തരുവോ, കിളിയുടെ ചുണ്ടും അല്ലാതെ വേറെന്തോ ഒരു 1-2 ഹൈലൈറ്റുകളും കൂടെ ഉണ്ടായിരുന്നില്ല. അത് പ്രിൻസ് ഡാൻസ് ടീച്ചറായിട്ട് വന്നേ. ആ ഡാൻസ് ടീച്ചറിന്റെ പേര് തന്നെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ. കലാമണ്ഡലം മൃദചടുല താളലയ മൃഗോദര സരസമ്മ. അപ്പൊ അത് ഞാനൊരു കൊച്ചു കുഞ്ഞിന്റെ മോളെ എനിക്ക് പറഞ്ഞ തെറ്റിപ്പോ. ഈ ടീച്ചറിന്റെ പേര് മോളെ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചറിന്റെ പേരെന്താ? മോളെ പഠിപ്പിക്കണം അപ്പൊ ആ ഡാൻസ് ടീച്ചറിനെ ഈ കുട്ടിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ചാനലിൽ നിന്ന് വരുന്ന അതൊരു സ്കിറ്റാണ് കുട്ടിയുടെ. അതിലൊരു ഹൈലൈറ്റ് ഭാഗം ഒന്ന് കാണിക്കാവോ ഇവർക്ക് വേണ്ടിയിട്ട്? കൂടുതലും ഡയലോഗ്സ് അല്ല, പെർഫോമൻസ് ആണ്, ഡാൻസ് കളിക്കുന്നതാണ്. എന്നാ മറ്റേ കുട്ടിയുടെ പെർഫോമൻസ്, നമ്മുടെ സാറ് കുട്ടിയുടെ പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ഇന്നലെ വന്നല്ലോ, നീയല്ലേ ഇന്നലെ വരാഞ്ഞത്? നീയല്ലേ ഇന്നലെ വരാഞ്ഞ? ഇന്നലെ ഞാൻ എന്താ ക്ലാസ്സിൽ വരാഞ്ഞ? അപ്പോ ഞാൻ ഓർത്ത് ഇന്ന് പോകണ്ടല്ലോ. അതുകൊണ്ടായിരുന്നു വരാഞ്ഞത്. കക്ക അല്ല, കാക്ക.
ആ ബാക്കി വായിക്കും, നേരെ നോക്കി വായിക്കത്. കുഞ്ഞിനെ ഇട്ടുകൊണ്ട് കാര്യം. ആ കുഞ്ഞുങ്ങളൊന്ന് വരഞ്ഞിടും. കുഞ്ഞെ എന്താ എന്താണ് കിടന്നിങ്ങനെ കാണിക്കുന്നത്? എന്താ പറ്റിയേ? മൂത്രം ഒഴിക്കണം. അജ്ജി ആ